അങ്ങനെ ഒരുപാട് കാലത്തിന് കാത്തിരിപ്പിന് ശേഷം കങ്കുവയുടെ ട്രെയിലർ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. ഒക്ടോബറിലാണ് മൂവി റിലീസ് ആവുന്നത്. പക്ഷേ ഇപ്പോൾ തന്നെ ട്രെയിലർ വന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 1 മന്തിന്റെ അകത്ത് ഇനി അടുത്തൊരു സെക്കൻഡ് ട്രെയിലർ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ ട്രെയിലർ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ ആ ഒരു വിഷ്വലി അല്ലെങ്കിൽ ആ ഒരു പ്രസന്റേഷൻ ആയാലും ആ ഒരു CGI വർക്കായാലും ആർട്ടായാലും എല്ലാം അടിപൊളിയായിരുന്നു. ആ ഒരു ടെക്നിക്കൽ സൈഡ് വാസ് നൈസ് ആയിരുന്നു. പക്ഷേ ആ ഒരു എൻ്റെ ട്രെയിലറിൽ എനിക്ക് ആ ഒരു ഗൂസ് പംപ്സ് ആയിരുന്നതോ അല്ലെങ്കിൽ രോമാഞ്ചികഷൻ ആയിട്ടുള്ള സീൻസോ അല്ലെങ്കിൽ വേറെ ലെവൽ ആയിട്ടു എന്ന് പറയുന്ന രീതിയിലൊന്നും എനിക്ക് എവിടെയും വർക്കായിട്ടില്ല. ആൻഡ് ഈ ഒരു മൂവിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ആദ്യം അനൗൺസ് ചെയ്തെന്ന് പറയുന്നത് ഈ ഒരു മൂവിയിലെ ഈ ഒരു പീരിയോഡിക് ആയിട്ട് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ട്രെയിലർ കണ്ട ഈ കങ്കുവ ക്യാരക്ടറും അല്ലെങ്കിൽ ആ പീരിയോഡിക് ടൈം ഒക്കെ കാണിക്കുന്നത് കൂടി ഇപ്പോൾ ഒരു അരമണിക്കൂർ മാത്രമേ ഉള്ളൂ. പിന്നീട് കാണിക്കുന്ന എല്ലാം ഒരു പ്രസന്റ് ആണ്. ഇപ്പോൾ നമ്മൾ ഏഴാം മറവ് എന്ന മൂവിയിൽ ആദ്യത്തെ ഒരു 20 മിനിറ്റ് ഒക്കെ ബോധിധർമ്മന്റെയും അല്ലെങ്കിൽ ആ ഒരു ഹിസ്റ്റോറി ടൈം ഒക്കെ കാണിച്ചിട്ട് പിന്നീട് സിനിമ ഫുള്ള് കാണിച്ചത് ആ ഒരു പ്രസന്റ് ടൈമാണ്. സോ അതേ പാറ്റേണിലാണ് ഈ ഒരു മൂവി എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ട്രെയിലറിൽ ആ ഒരു സീൻ എവിടെയും കാണിക്കുന്നില്ല. കംപ്ലീറ്റ്ലി ആ ഒരു പീരിയോഡിക് ആയിട്ടുള്ള ആ ഒരു കങ്കുവ ക്യാരക്ടറിനെ കാണിച്ചിട്ടാണ് ആ ഒരു ട്രെയിലർ പ്രസന്റ് ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അത് വെച്ചിട്ടായിരിക്കും ഇവർ മാർക്കറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് അറിയത്തില്ല. ചിലപ്പോൾ ആ ഒരു സിനിമ ഫുൾ ആ ഒരു 20 മിനിറ്റ്സോ 30 മിനിറ്റ്സോ മാത്രമാണ് ഈ സീൻ. പിന്നീട് വരുന്ന എല്ലാം ആ ഒരു പ്രസന്റ് ടൈം ആണെങ്കിൽ ഇത് എങ്ങനെ ഓഡിയൻസിൽ വർക്കാവുന്ന ഒരു പിടുത്തവുമില്ല. കാരണം എൻ്റെ ട്രെയിലറിൽ അത് മാത്രമാണ് കാണിച്ചിരിക്കുന്നത്, അല്ലാതെ പ്രസന്റ് ആയിട്ടുള്ള സീക്വൻസ് ഒന്നുമില്ല. ആൻഡ് പിന്നീടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ആദ്യം അനൗൺസ് ചെയ്ത സമയത്ത് പോലും ഇതൊരു 2 പാർട്ട് മൂവി ഒന്നും അല്ലായിരുന്നു. ആദ്യം ഒരു ഒറ്റ പാർട്ടായിരുന്നു. പിന്നീടാണ് ഇവർ അനൗൺസ് ചെയ്ത 2 പാർട്ട് മൂവിയാണ്. എനിക്ക് തോന്നുന്നു ആദ്യം ഷൂട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പിന്നീടായിരിക്കും ഇവർ ഡിസൈഡ് ചെയ്ത് ഓക്കെ കുറച്ച് ലെങ്ത് എല്ലാം കൂടിയെന്നോ അല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റോറി നാരേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ അനുസരിച്ചായിരിക്കും ചിലപ്പോൾ സെക്കൻഡ് പാർട്ടിലോട്ട് പോയത്. സോ അത് അങ്ങനെ വരുവാണെങ്കിൽ എങ്ങനെ വർക്കാവുന്ന ഒരു പിടുത്തവുമില്ല. ഇപ്പം കാർത്തിയുടെ കാര്യമാണെങ്കിൽ പോലും കാർത്തി ഒരു മൂവിയിലുണ്ട്. നമ്മളെ ട്രെയിലറിൽ ലാസ്റ്റ് കണ്ട ഒരു പോർഷൻ കാർത്തിയാണ്, എല്ലാവർക്കും അറിയാതെ. ആ ഒരു പോർഷൻ പോലും പിന്നീട് ആഡ് ചെയ്തിട്ട് പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ആ ഒരു സീൻ നോക്കുവാണെങ്കിൽ തന്നെ രണ്ട് സീനാണ്. ഇപ്പോൾ സൂര്യ നോക്കുന്നതും കാർത്തി വരുന്നതും രണ്ട് സീനാണ്. അതിനെ മെർജ് ചെയ്തിട്ടാണ് അത് കാണിച്ചിരിക്കുന്നത്. സോ ചിലപ്പോൾ അതും ലാസ്റ്റ് ആഡ് ചെയ്തായിരിക്കും. സോ ഒന്നും അറിയത്തില്ല. ആൻഡ് ഓവറോൾ വെച്ച് നോക്കുവാണെങ്കിൽ തന്നെ നൈസ് ആയിരുന്നു ട്രെയിലർ. എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് വർക്കാവാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് സൂര്യയുടെ കരിയറിൽ തന്നെ ഒരു ലാസ്റ്റ് 2 വർഷമൊക്കെ സൂര്യ കംപ്ലീറ്റ്ലി വേറെ ഒരു മൂവിയും ചെയ്തിട്ടില്ല. ഇപ്പോൾ റോളക്സിന് ശേഷം എനിക്ക് തോന്നുന്നില്ല വേറെ മൂവി ഉണ്ടായിട്ടുണ്ടെന്ന്. സോ അതിനുശേഷം ഇത്രയും ടൈം എടുത്തിട്ട് ഒരു മൂവിക്ക് വേണ്ടി നിൽക്കുമ്പോൾ ഓഫ് കോഴ്സ് അവിടെ എന്തെങ്കിലുമൊക്കെ കാണും. അല്ല ചുമ്മാ മൂപ്പർ എന്തായാലും ഡേറ്റ് ഒന്നും കൊടുക്കത്തില്ല. ആകെ ഈ ഒരു മൂവി ഇത്രയും വലിയൊരു സ്കെയിലിൽ വരുന്ന മൂവി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പീരിയോഡിക് ആണ് അല്ലെങ്കിൽ സൂര്യയുടെ ക്യാരക്ടറും ആ ഒരു ഇതൊക്കെ വന്നപ്പോഴും എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചെറിയൊരു സീൻ എന്ന് പറയുന്നത് ഓക്കെ ശിവയാണ് ഡയറക്ട് ചെയ്യുന്നത്. പക്ഷെ ആ ഒരു ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ അത് ഓക്കെ ഫൈൻ. കാരണം പുള്ളിക്കാരൻ നല്ല പണിയെടുത്തിട്ടുണ്ട്. ആ ഒരു എൻ്റെ ട്രെയിലർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു ക്യാരക്ടർ പ്രസന്റേഷൻ ആയാലും ആ ഒരു എൻ്റെ മേക്കിങ്ങും ആ ഒരു ക്വാളിറ്റിയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. സിനിമയിൽ അത് കിട്ടിയ അടിപൊളിയായിരിക്കും. ആ ഒറ്റ കാര്യം മാത്രമേ എനിക്ക് ഒന്ന് ഓക്കെ ഫൈൻ. കാരണം പുള്ളിക്കാരൻ്റെ ഇതിനു മുമ്പുള്ള ഒരു മൂവീസ് ഒക്കെ നമുക്ക് അറിയാം. ആൻഡ് സൂര്യയുടെ ആയാൽ പോലും സൂര്യയുടെ ആ ഒരു റോളക്സിന് മുമ്പും ആ ഒരു സൂര്യയെ പൊട്ടിന് ശേഷം എനിക്ക് തോന്നുന്നു വേറെ മൂവീസ് ഒന്നും അധികം ക്ലിക്കായില്ല. പിന്നീടൊന്നും റോളക്സ് ആണ്. ആ ഒരു വിക്രത്തിലെ ലാസ്റ്റ് ആ ഒരു 5 മിനിറ്റ് ആ റോളക്സ് ആയിട്ട് വന്ന ഒരു സീൻ ഉണ്ടല്ലോ, ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എൻ്റെ മോനെ അതൊക്കെ എങ്ങനെ പറയാൻ എനിക്കറിയത്തില്ല. അതൊരു ലെവലായിട്ട് വരും. സോ അങ്ങനെ ഒരു ആക്ടറിന്റെ ഒരു 2 വർഷം കരിയറൊക്കെ അയാൾ മാറ്റി വെച്ച് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്ത് ഇങ്ങനെ ഒരു മൂവി ആയിട്ടൊക്കെ വരുമ്പോൾ ഓഫ് കോഴ്സ് അത് വേറെ ലെവലായിരിക്കും. സോ ട്രെയിലറിൽ ആ ഒരു വൈബൊന്നും കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ ആ ഒരു ട്രെയിലറിൽ ആ ഒരു പ്രസന്റ് കാര്യങ്ങളൊന്നും പറയാതെ എല്ലാം ആ ഒരു പീരിയോഡിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പ്രസന്റ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അറിയത്തില്ല എന്തായിരിക്കും. ചിലപ്പോൾ ആൾക്കാരൊക്കെ മിക്കവരും ഓക്കെ അത് ചിലപ്പോൾ റൂമർ ആയിരിക്കാം. ചിലപ്പോൾ 30 മിനിറ്റ്സ് 20 മിനിറ്റ്സ് ഇത് മാത്രം ഉണ്ടെന്ന് പറയുന്നത് റൂമർ ആയിരിക്കാം. എൻ്റെ മൂവി ഇതാണെന്ന് പറഞ്ഞ് ട്രെയിലറിലൊക്കെ ഇത് കണ്ടിട്ട് നേരെ സിനിമ തിയേറ്ററിൽ പോകുമ്പോൾ ആ 7ാം മറവ് പോലെയാണ് ആദ്യത്തെ ഒരു അരമണിക്കൂർ മാത്രം ഈ ഒരു സീൻ ഒക്കെ കാണിച്ചിട്ട് പിന്നീട് ഫുൾ പ്രസന്റ് ആണെങ്കിൽ അത് കയ്യിൽ നിന്ന് പോകാൻ ചാൻസ് ഒരുപാടുണ്ട്. അറിയത്തില്ല എങ്ങനെയാണെന്ന്. കാരണം ഇങ്ങനത്തെ പാറ്റേണിൽ വരുന്ന തമിഴ് മൂവീസ് ഒക്കെ കയ്യിൽ നിന്ന് പോകാറുണ്ട്. ഫോർ എക്സാമ്പിൾ 7ാം മറവ് തന്നെ. കാരണം 7ാം മറവല്ല ആദ്യത്തെ ഒരു 20 മിനിറ്റ് ആ ഒരു ബോധിധർമ്മന്റെ സീൻ എന്നൊക്കെ പറയുന്നത് വേറെ ലെവലാണ്. സോ അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രസന്റ് കാണിച്ചപ്പോഴൊക്കെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. സോ അങ്ങനെ വന്നാൽ എങ്ങനെ ഓഡിയൻസ് അത് എടുക്കുമെന്ന് ഒരിക്കലും അറിയത്തില്ല. ആൻഡ് ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്നും ആയിരിക്കാൻ ഒരു ചാൻസും കാണത്തില്ല. ചിലപ്പോൾ തിയേറ്ററിൽ വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കാം. അല്ലെങ്കിൽ വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആയിരിക്കാം മൂവി തരുന്നത്. ചിലപ്പം ഈ ഒരു പാറ്റേണിൽ വന്നാൽ കൂടി ചിലപ്പോൾ സക്സസ് ആവാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. ഇനി ഒരു മന്ത് ഉണ്ട്. അതുകൊണ്ട് അതിന്റെ ഇടയ്ക്ക് ഇനി സെക്കൻഡ് ട്രെയിലറൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അതിലായിരിക്കും ഈ 2 മിക്സ് ഓഫ് ആയിട്ട് പാസ്റ്റും പ്രസന്റ് ഒക്കെ കാണിച്ചിട്ട് ട്രെയിലർ. സോ എന്തായാലും വെയിറ്റ് ചെയ്യാം. സൂര്യയുടെ പടമാണ്. തിയേറ്ററിൽ പോയി അടിച്ചു പൊളിക്കാനുള്ള ഐറ്റം ഉറപ്പായിട്ടും കാണും. കാരണം ആ ഒരു എൻ്റെ ട്രെയിലറിൽ ആ ഒരു സാധനം കാണിക്കുന്നുണ്ട്. സോ അതിപ്പം എങ്ങനെയായാലും ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ലൈക്ക് പൊളിയായിരിക്കും. അതിൽ വേറെ ഒന്നുമില്ല. പക്ഷെ ആകെ ഉള്ള കുറച്ച് പ്രോബ്ലം എന്ന് പറയുന്നത് ഞാൻ ഇനി നേരത്തെ പറഞ്ഞ പോലെ ഉള്ള കുറച്ച് കാര്യങ്ങളാണ്. അതില്ലെങ്കിൽ വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആയിരിക്കും. എന്തായാലും ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ് ഈ മൂവിക്കായിട്ട്. കാരണം കഴിഞ്ഞ 2 വർഷം എന്തോ ആയി മുമ്പോട്ട് ഒരു പടം വന്നിട്ട്. സോ ഓൾറെഡി ഈ ഒരു ട്രെയിലർ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.